ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ കുറേ ഷോപ്പിങ്ങിനായിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയം ഇങ്ങനെ പുറകെ നിന്ന് ഒരു വണ്ടി വന്നിട്ട് നമ്മുടെ വേദയെ വണ്ടിക്ക് ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് സ്പീഡിൽ അങ്ങ് പാഞ്ഞു പോവുകയാണ്. ഈ സമയം വിക്രമാണെങ്കിൽ വീട്ടിലെത്തുന്നുണ്ട്. വേദ ഇങ്ങനെ തപ്പുന്നുണ്ട് കേട്ടോ റൂമിലൊക്കെ. അവളുടെ ബാഗ് ഇരിപ്പുണ്ടല്ലോ, എന്നിട്ട് അവൾ ഇത് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേദയെ തപ്പുന്നുണ്ട്. എന്നാൽ വേദയെ അവിടെയെങ്കിലും കാണുന്നില്ല. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ പോയതായിരിക്കും ഇങ്ങനെ വിക്രം സ്വയം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വൈകുന്നേരമായിട്ടും വേദയെ കാണാതെ കമലാമയും ശ്രീജി ആകെ വിഷമത്തിലായിരിക്കും. നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ആ നാശം എവിടെയെങ്കിലും പോയതായിരിക്കും, ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരല്ലേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദിനി ഇരിക്കുന്നത്. ഈ സമയം കമലാമയാണെങ്കിൽ വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ വേദയെ ഇതുവരെയും കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒന്ന് അന്വേഷിക്കും മോനെ എന്നിങ്ങനെ കമലാമ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ടായിരിക്കും, അമ്മയ്ക്ക് എന്താ, അവളെ ഒന്ന് പോയി കാണും, അവളുടെ വീട്ടിൽ തന്നെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക, എനിക്കിനി ഒന്ന് അന്വേഷിക്കാനൊന്നും വയ്യെന്നും പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ വേദയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുന്നുണ്ട്, മോള് അവിടെയുണ്ടോ, വീട്ടിലെന്തെങ്കിലും വിശേഷമുണ്ടോ, അതോ മോൾക്ക് സുഖമില്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ അവിടെ എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ വീട്ടിലും ഇല്ലല്ലോ ഈശ്വര, ഇനി അവൾക്ക് എന്താണ് പറ്റിയിട്ടുണ്ടാകുന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ വിക്രമിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ മുത്തശ്ശിയോട് ഇതൊന്നും പറയുന്നില്ല. കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും മോനൊന്ന് ചെന്നിട്ട് വിളിക്കണേ, ഇനി അവളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഫോൺ വെക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രമിനാണ് വേദയെ കാണാഞ്ഞിട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ വേദാളം എവിടെ പോയിരിക്കുകയായിരിക്കും, അങ്ങനെ പറയാതെങ്ങും പോകാറുമില്ലല്ലോ, വീട്ടിലും എത്തിയിട്ടില്ല, ഇനി എന്താവും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഓർത്ത് വിക്രം ആകെ ടെൻഷനായിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലും ആരോടും പറയാതെ തന്നെ വിക്രമാണെങ്കിൽ നമ്മുടെ വേദയെ അന്വേഷിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ വേദയുടെ പേഴ്സും വളയും കൂടി വഴിയിൽ കിടന്ന് നമ്മുടെ വിക്രം കാണുന്നുണ്ട്. വിക്രം വേദയെ അവരെ പിടിക്കുന്ന സമയത്ത്, പിടിവലി ഉണ്ടായ സമയത്ത് അത് താഴെ വീണതാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ പെട്ടെന്ന് ബൈക്ക് നിർത്തിയിട്ട് വേദയുടെ പേഴ്സ് കണ്ടിട്ട് ഇറങ്ങി നോക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് വേദയുടെ വളയും കിടക്കുന്നത്. വള കാണുമ്പോൾ തന്നെ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ജീനയ്ക്ക് പണയം വെക്കാനായിട്ട് വിക്രം എടുത്തുകൊണ്ട് പോയ വളയില്ലേ, ആ വള തന്നെയാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് വിക്രം ആകെ ഷോക്കാവുകയാണ്, എന്താ സംഭവിച്ചത്, അപ്പോൾ ആരോ എന്തോ ഉപദ്രവിച്ചിട്ടുണ്ട് വേദയെന്ന് പറഞ്ഞിട്ട് വിക്രമാകെ ചങ്ക് പിടഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ ബൈക്കും കൊണ്ട് വേദയെ അന്വേഷിച്ചിട്ട് ആ ഒരു റൂട്ടിലൊക്കെ അന്വേഷിക്കുകയാണ്. അങ്ങനെ വിക്രം തപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ വേദയാണെങ്കിൽ തട്ടിക്കൊണ്ടു പോയതാണ് കുറച്ച് ഗുണ്ടകൾ കൂടിയിട്ട് ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഗുണ്ടകളാണെങ്കിൽ വേദയെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്ന ഉദ്ദേശമാണ്. എന്തായാലും ഇവളെ നമ്മൾ കൊല്ലും, അപ്പോൾ പിന്നെ നമുക്ക് ഇവളെ അങ്ങൊന്ന് സ്നേഹിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വേദയെ ഇങ്ങനെ മാക്സിമം ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾ. വേദയുടെ ദേഹത്തൊക്കെ ടച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആ സമയം നമ്മുടെ വിക്രം അവിടേക്ക് ചാടി വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രമും ഗുണ്ടകളും തമ്മിൽ നല്ല സ്റ്റണ്ട് ആവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു ഗുണ്ട വന്നിട്ട് നമ്മുടെ വിക്രമിൻ്റെ തലയ്ക്കടിക്കുകയാണ്. അങ്ങനെ വിക്രം മയങ്ങി വീഴുകയാണ് കേട്ടോ. മയങ്ങി വീണിരിക്കുന്ന വിക്രമിനെ എടുത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ വേദയുടെ അടുത്ത് തന്നെ. എന്നിട്ട് ഗുണ്ടകൾ ഇങ്ങനെ ചീട്ട് കളിക്കാനും കള്ളുകൂടിയൊക്കെ ആയിട്ട് മാറി ആ കെട്ടിടത്തിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് അപ്പോഴേക്കും വേദയാണെങ്കിൽ ആകെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. വിക്രമിനും ബോധമില്ലല്ലോ. അങ്ങനെ വിക്രം പതിയെ കണ്ണു തുറക്കുന്ന കാണുമ്പോഴേക്കും വേദയ്ക്ക് ആകെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ എന്തെങ്കിലും ഐഡിയ ഒപ്പിക്ക്, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അതെ നിന്നെ രക്ഷിക്കാൻ വന്നിട്ട് ഞാനും കൂടി ഇവിടെ പെട്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധി തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, പിന്നെ എന്നെ ഇങ്ങനെ ആരും കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടും അടിപിടി ഉണ്ടാക്കിയിട്ടും ഒന്നുമില്ല, പിന്നെ എനിക്കെന്ത് ബുദ്ധി തോന്നാനാണെന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് ബുദ്ധിയില്ലേ, നീ എന്തെങ്കിലും ഒരു ഐഡിയ നോക്ക്, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, നിന്റെ കയ്യിലെ വളയുണ്ടല്ലോ, ആ വളയെങ്കിൽ ഉരുത്താന്നിങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയുകയാണ്, അതെ ഇതെൻ്റെ സ്വർണ്ണ വളയാണ്, ഇതൊന്നും ഞാൻ ഊരി തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ.
അതെ, എനിക്ക് വേറെ ആവശ്യത്തിനൊന്നുമല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മതി. അതിങ്ങി തായെന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് ഇത് ഊരാൻ പറ്റില്ല, വേണമെങ്കിൽ ഊരി എടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ഇങ്ങനെ വള ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. വിക്രമിനെയും കൈയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഒരു തരത്തിൽ വിക്രം ഇങ്ങനെ വലിച്ച് ബുദ്ധിമുട്ടി വള ഇങ്ങനെ ഊരി എടുക്കുന്നുണ്ട് കേട്ടോ. ഊരി എടുത്തതിന് ശേഷം തറയിൽ ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ച് അത് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും തറയിലിട്ട് ഒരച്ച് നല്ല ഷാർപ്പാക്കിയതിന് ശേഷം കയറിങ്ങനെ പതുക്കെ പതുക്കെ മുറിച്ച് വിക്രമിൻ്റെ കെട്ടുകളൊക്കെ അഴിയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇനി എന്നെ കൂടി ഒന്ന് അഴിച്ചാന്നിങ്ങനെ പറയുന്ന സമയത്ത് വേതാളവേ, നീ കാരണോ ഇതെല്ലാം ഉണ്ടായത്, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം പ്ലീസ് വിക്രം എന്നെ കൂടി ഒന്ന് രക്ഷിക്ക് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് വേദയുടെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടകളൊക്കെ ഇത് പെട്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. അവർ പുറകെ ഓടുകയാണ്. ഈ സമയം വിക്രം വേദയും കൂടി ഓടാൻ നോക്കുകയാണ്. അങ്ങനെ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പുറകെ നമ്മുടെ ഗുണ്ടകളും ഉണ്ട്. കുറേ ഓടി കഴിയുമ്പോഴത്തേക്കിനും വേദയാണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഓടാൻ പറ്റുന്നില്ല വിക്രം എന്നിങ്ങനെ പറയുകയാണ്. വിക്രം ഇങ്ങനെ മുന്നിൽ ഓടുകയാണ്. വേദ പറയുന്നുണ്ട്, വിക്രം നിൽക്ക് വിക്രം, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഗുണ്ടകൾ ഏകദേശം ഇവർക്ക് അടുത്ത് എത്താറാവുമ്പോഴേക്കും വീണ്ടും വേദ ഇങ്ങനെ ഓടുകയാണ്. ഓടി ഇവർ കുറേ കഴിയുമ്പോഴത്തേക്കിനും ഇവരെ കാണുന്നുണ്ടായിരിക്കില്ല. എന്നാൽ അവിടെ ഇങ്ങും ആൾതാമസമോ വണ്ടിയോ ഒന്നും കാണുന്നില്ല. കുറേ ഇങ്ങനെ കാടാണ്. കാടിൽ കുറേ പുല്ലുകളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് അവരിങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഗുണ്ടകൾ വന്നിട്ട് അവിടെ എല്ലാം തപ്പുന്നുണ്ട്, അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൂനകളിനകത്തൊക്കെ അവരിങ്ങനെ വാളൊക്കെ ഇങ്ങനെ ഇട്ട് കുത്തി കുത്തി നോക്കുന്നുണ്ട്. ഈ സമയം ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഇവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ പെട്ടെന്ന് വാളിലിങ്ങനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ കൈ മുറിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ബ്ലഡിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗുണ്ടകൾ അവരവിടെ ഉണ്ടെന്ന് തിരിച്ചറിയുമല്ലോ. അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ പെട്ടെന്ന് സാരിയുടെ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ തൂത്ത് വിടുകയാണ് ബ്ലഡ്. അങ്ങനെ അവിടെ ആരും ഇല്ലെന്ന് കരുതിയിട്ട് ഗുണ്ടകളിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഈ സമയം നമ്മുടെ വേദ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. വിക്രം ഇനി എനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാം. സാരമില്ല, എന്തെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വീണ്ടും വേദയെ കൂട്ടിയിട്ട് ഓടുകയാണ്. കുറേ നടന്നു കഴിയുമ്പോഴത്തേക്കിനും വിക്രം എനിക്കിനി പറ്റുന്നില്ല വിക്രം, എന്നാൽ നീ ഇവിടെ ഇരുന്നു, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് വീണ്ടും പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം പോയി രക്ഷപ്പെട്ടോ, എന്നെക്കൊണ്ട് ഇനി ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നടുവൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ച് വേദ ഇങ്ങനെ അവിടേക്ക് അങ്ങ് വീണ് പോവാണ് കേട്ടോ. വിക്രം പിന്നെ തിരിഞ്ഞു നോക്കാതെ കുറേ മുമ്പോട്ടങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കിനും വിക്രമിന് തിരിഞ്ഞു നോക്കുന്ന വേദയെ കാണുമ്പോൾ ഒരുപാട് സങ്കടം വന്നിട്ട് വിക്രം തിരികെ വന്നിട്ട് ഇങ്ങനെ വേദയെ പൊക്കി എടുത്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കുറേ നടക്കുകയാണ് കേട്ടോ. നടന്നു ചെല്ലുമ്പോഴത്തേക്കിനും അവിടെയെങ്ങും വീണ്ടും വേറൊരു ആൾതാമസമോ വീടോ ഒന്നും കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു ഗുഹ പോലെ കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എന്തായാലും സന്ധ്യയാകാറായിട്ടുണ്ട്, ഇനിയിപ്പോൾ കാട്ടിൽ അപകടമാണ്, നമുക്ക് എപ്പോൾ നേരം വെളുക്കുന്നിടം വരെ ഇവിടെ ഒന്ന് തങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി വിക്രം വേദയെ അവിടെ പതുക്കെ കൊണ്ട് കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് വേദയുടെ കൈക്കാണെങ്കിൽ ചെറിയ നല്ല വേദനയുണ്ട്, കാലാണെങ്കിൽ നൂർത്താനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും വിക്രമാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു വാഴയുടെ പോള എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വേദയുടെ കാലിങ്ങനെ നേരെ വെച്ചിട്ട് ആ പോള കൊണ്ട് കെട്ടിവെക്കുകയാണ് കേട്ടോ. ഇന്ന് രാത്രി ഫുള്ള് ഒടിവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ അനക്കാതെ വെച്ചിരുന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്കിനും വേദനയൊക്കെ പൊക്കോളൂന്ന് ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. അതെ, എഞ്ചിനീയറിംഗ് അല്ലേ വിക്രം പഠിച്ചത്, പിന്നെ ഇങ്ങനെ മെഡിക്കൽ സയൻസ് ഒക്കെ അറിയാമെന്ന് ഇങ്ങനെ ചോദിച്ച് വേദ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതെ, ഞാൻ ഈ അടിപിടിക്കൊക്കെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ അറിയാം, അതുകൊണ്ടിപ്പോൾ നിനക്ക് പ്രയോജനപ്പെട്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമിൻ്റെയും കയ്യിൽ മുറിവുകളുണ്ടല്ലോ. അപ്പോൾ എന്തോ ഒരു ഇലയുടെ വള്ളി ചതച്ച് നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വിക്രം തന്നെ മുറിവൊക്കെ ഉണക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ വേദയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. വിശക്കുന്നെന്ന് വിക്രമിനോട് പറയാനും വയ്യ. എന്നിട്ട് ചോദിക്കുകയാണ്, വിക്രമിന് വിശക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അതെ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ, എൻ്റെ വിശപ്പ് അറിയുന്ന എന്തിനാന്ന് ചോദിച്ചിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ എല്ലാം പോയി തപ്പുകയാണ് കേട്ടോ, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമെന്ന്. അങ്ങനെ ഒരു കുളം കാണുന്നുണ്ട്. കുളത്തിൽ നിന്ന് ഒരു മീനൊക്കെ പിടിച്ചിട്ട് വന്ന് തീയൊക്കെ കൂട്ടി വിക്രമാണെങ്കിൽ ഇങ്ങനെ ചുട്ട് ഇങ്ങനെ ഒരു ഇലയിലാക്കിയിട്ട്
വേദയ്ക്ക് കൊണ്ടൊന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിങ്ങനെ പെട്ടെന്ന് വിശപ്പിൻ്റെ ആർത്തിയോടുകൂടി വേദ ഇങ്ങനെ തിന്നുന്ന സമയത്ത് വേദയുടെ തൊണ്ടയിൽ വായിലിങ്ങനെ മുള്ളു കുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ വേദ കിടന്ന് കാറുകയാണ്. അയ്യോ എൻ്റെ വായിൽ മുള്ളു ഉണ്ടേന്ന് പറഞ്ഞിട്ട് വിക്രം അപ്പോൾ ദേഷ്യപ്പെടുകയാണ്. അമേരിക്കയിലേക്ക് പോയി വലിയ ജഡ്ജിൻ്റെ മകളാണ്, ഭയങ്കര പഠിത്തമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് വായിലൊരു മുള്ളു കുത്തിയാൽ പോലും എടുത്ത് കളയാൻ അറിയില്ലേന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ വായിൽ കൈയിട്ട് ആ മുള്ളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വീണ്ടും അതെ ആർത്തി കാണിക്കാതെ പതുക്കെ സമാധാനമായിട്ട് തിന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം തന്നെ ഇങ്ങനെ മുള്ളൊക്കെ മാറ്റിയിട്ട് പിച്ചി ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ വിക്രമിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. വേദയ്ക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രമാണെങ്കിൽ ഈ സമയം ഇതൊക്കെ കൊടുത്തതിന് ശേഷം കുറേ ഇലയൊക്കെ കൂട്ടിയിട്ട് വേദയ്ക്ക് ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് വേദയെ പതുക്കെ അവിടെ എടുത്തുകൊണ്ട് പോയി കിടത്തുന്നുണ്ട്. അതിനുശേഷം വേദ ഇങ്ങനെ ഉറങ്ങാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് വിക്രമാണെങ്കിൽ വേദയുടെ അടുത്ത് തന്നെ കാവലിരിക്കുകയാണ്. വേദ ഇങ്ങനെ നന്നായിട്ട് മയങ്ങിന്ന് തോന്നുമ്പോഴത്തേനും വിക്രം മാറി ഒരിടത്ത് കിടക്കാൻ പോവാണ്. ആ സമയം ആകുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ ഞരങ്ങ് മൂളൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രം പെട്ടെന്ന് ഇങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേനും തണുപ്പ് കൊണ്ടായിരിക്കും ഓർത്തിട്ട് പെട്ടെന്ന് വിക്രത്തിൻ്റെ ഷർട്ട് ഊരിയിട്ട് വേദ ഇങ്ങനെ പുതപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ വേദയ്ക്ക് തൊട്ട് നോക്കുമ്പോഴത്തേനും നല്ല ടെമ്പറേച്ചറാണ്, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിക്രം പെട്ടെന്ന് ഒരു തുണി നനച്ചുകൊണ്ട് വന്ന് വേദയുടെ നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വേദ കണ്ണു തുറക്കുന്ന സമയത്ത് എന്താ വിക്രം കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ എന്തായാലും ഇപ്പോൾ മരുന്നൊന്നും കിട്ടിയില്ല, നീ എന്തായാലും ഞാനൊന്ന് ടെമ്പറേച്ചർ താഴെട്ട് നീ എന്തായാലും ഉറങ്ങിക്കുമെന്ന് പറയുകയാണ്. ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ കണ്ണ് നിവർത്തി ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും നമ്മുടെ വേദ മയങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ ടെമ്പറേച്ചറൊക്കെ ഇങ്ങനെ നന്നായിട്ട് താത്തി കൊടുത്തതിന് ഇച്ചിരി ആശ്വാസം കണ്ടതിന് ശേഷം വിക്രം പോയൊരിടത്ത് കിടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇച്ചിരി പനിയൊക്കെ വിട്ടിട്ട് വേദയാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വിക്രമാണെങ്കിൽ താഴെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ മയങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു കൊതുക് ഇങ്ങനെ വിക്രമിനെ കുത്താൻ പോകുന്ന സമയത്ത് പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് ആ വേദ കൊതുകിനെയൊക്കെ ഇങ്ങനെ അടിച്ച് കൊല്ലുന്നുണ്ട്. ഇത്രയും നല്ലൊരു മനുഷ്യനെ കുത്താൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ കൊതുകിനെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് വിക്രമിന് ഇങ്ങനെ കാവലിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീടായിട്ട് കാണിക്കുന്നത് വേദയാണെങ്കിൽ വീണ്ടും പോയി കിടന്നിട്ടുണ്ടാവും. കിടക്കുന്ന സമയത്ത് വിക്രം കണ്ണുറങ്ങുന്ന സമയത്ത് വേദ ഇങ്ങനെ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടല്ലോ. വിക്രമാണെങ്കിൽ വേദയുടെ അടുത്ത് പോയിരുന്നിട്ട് വേദയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയെ പെട്ടെന്ന് കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദയാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ഈ സമയം വിക്രമാണെങ്കിൽ വേദയുടെ തലമുടിയൊക്കെ ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന രണ്ടുപേരും പരസ്പരം കണ്ണിലേക്കൊക്കെ നോക്കിയിരിക്കുന്നു. അവരുടെ മനസ്സിലാണെങ്കിൽ ഒരു ചെറിയ പ്രണയമൊക്കെ ഇങ്ങനെ വിക്രമിനും തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ.